തേങ്ങ ഒട്ടും ചേർക്കാതെ വളരെ ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കുന്ന ചട്നിയാണിത്. നിലക്കടല ചട്നി, കപ്പലണ്ടി ചട്നിയില്ലേ, അതാണിത്. ഈ ഒരളവിൽ ചെയ്തെടുത്താൽ മതിയാവും. കപ്പലണ്ടി ടേസ്റ്റ് അധികം മുന്നിൽ നിൽക്കാതെ നല്ല ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇഡലിക്കും ദോശയ്ക്കും കുറച്ച് കട്ടിയായിട്ട് എടുക്കുകയാണെങ്കിൽ മസാല ദോശയ്ക്കും നല്ല കനം കുറഞ്ഞ ദോശയിൽ ഇങ്ങനെ തേച്ച് മടക്കി എടുക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിക്കാം, ഏതെങ്കിലും എണ്ണ ഒഴിക്കാം. ഇതിൽ ഒരു 1.5 തവി കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഇത് വറുത്ത കപ്പലണ്ടി തന്നെയാണ് എങ്കിലും അതിൻ്റെ തൊലിയൊക്കെ ഒന്നുകൂടെ കളഞ്ഞിട്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. എല്ലാ കപ്പലണ്ടി ഒരുപോലെ വറുത്ത് കിട്ടണം. നന്നായിട്ട് തീ കുറച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ ഒരു കപ്പലണ്ടി എങ്കിലും കേടായതായിട്ടുണ്ടെങ്കിൽ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് വറുക്കുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കളർ വ്യത്യാസമോ കറുപ്പോ ഉള്ള കപ്പലണ്ടി ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിരിക്കണം. ഇതുപോലെ എല്ലാ കപ്പലണ്ടി ഒരുപോലെ ഒന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ എണ്ണയൊക്കെ സൈഡിലോട്ടൊന്ന് വടിച്ച് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വാരി വയ്ക്കാം. കടായിൽ അല്പം എണ്ണയുണ്ട്, അതിൻ്റെ കൂടെ ഒരു അല്പം എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറുള്ളി ചേർക്കണം. ഒരു 15 എണ്ണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 വെളുത്തുള്ളി ചേർക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇവിടെ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവായിട്ട് ചേർത്താൽ മതി. ഇനി ഒരു 6 7 വറ്റൽമുളക് ചേർക്കാം. ഇവിടെ എരിവിനായിട്ട് വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. പിന്നീട് ഞാനൊരു അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും എരിവിനനുസരിച്ച് വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. വീണ്ടും ചെറു തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴന്ന് വരണ്ട. ആ വറ്റൽമുളകൊക്കെ ഒന്ന് വീർത്ത് വരും, നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് വരും. അത്രയും മാത്രം മതിയാകും. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള വേണേലും ചേർക്കാവുന്നതാണ്. ചെറുള്ളി ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ്. തീയെ കൂട്ടി കൊടുത്തുകൊണ്ട് വറ്റൽമുളക് ഒരുപാട് കരിച്ചെടുക്കരുത്. പതുക്കെ അത് മുരിഞ്ഞു വരണം. ഉള്ളി പാകത്തിനായിട്ടുണ്ട്. ഇനി വലിയ 2 തക്കാളി ചേർക്കുക. പഴുത്ത തക്കാളി എടുക്കുക. കൂടെ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു പച്ചമുളക് മാത്രം ചേർക്കുക. ഇത് എരിവിന് വേണ്ടിയല്ല ചേർക്കുന്നത്, ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. ഒരെണ്ണം മതിയാകും. ഉപ്പൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കണം. തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും. ഒരല്പം വെള്ളം വറ്റിയതിന് ശേഷം വേണം അടുത്ത് ചേർക്കാനായിട്ട്. തക്കാളി ചേർക്കുന്ന കാരണം ഇനി പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളിയുടെ പുളി ഇതിന് പാകത്തിനുണ്ട്. ഈ ഒരളവെന്ന് പറയുന്നത് 4 അല്ല 5, കുറച്ചുകൂടി നീട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു 6 പേർക്ക് വരെ കഴിക്കാവുന്ന അളവാണ്. തക്കാളിയുടെ വെള്ളം ഒരല്പം വറ്റി തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം വളരെ കുറച്ച് ഒരു 1/4 സ്പൂണിന് താഴെയായിട്ടാണ് മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. കുറച്ചേറെ കറിവേപ്പില കൂടെ ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ബാക്കി തക്കാളിയുടെ ആ വെള്ളം കൂടെ വറ്റണം. ഒരുപാടൊന്നും വറ്റി വരേണ്ട ആവശ്യമില്ല. അതായത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. തക്കാളിയൊക്കെ നല്ല ഒന്ന് കുഴഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. അല്പം വെള്ളമയം ഉണ്ട് താനും. ഇനി ഇതിലോട്ട് ഒരല്പം കൂടുതലായിട്ട് ചേർക്കാം മല്ലിയില. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണോളം കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കായക്കട്ട ഉള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് ഇളക്കിയാൽ മതിയാകും. മല്ലിയില ചേർത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഏറെ ചേർത്ത് അരയ്ക്കുന്നത് കാരണം കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഒരുപാടൊന്നും മുന്നിൽ നിൽക്കത്തില്ല. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി. കപ്പലണ്ടിയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ആ സമയം കൊണ്ട് ആ മല്ലിയിലയൊക്കെ ഒന്ന് വാടും. അത്രയും മാത്രം മതിയാകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നിരത്തി ഇടുക. നല്ലവണ്ണം ഒന്ന് ആറട്ടെ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, നരച്ചെടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ, കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ്.
അപ്പോൾ നിങ്ങൾ എരിവിന് ആവശ്യത്തിന് അനുസരിച്ച് വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. ഒരുപാട് ചട്നി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറയുന്ന പോലെ തന്നെ വെള്ളം ചേർക്കാതെ ആദ്യമേ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എത്ര അരയ്ക്കാൻ പറ്റാവുന്നോ അത്ര അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രമായിട്ട് ഒഴിക്കുക. ഈ ചട്നി ഇനി ചൂടാക്കാറില്ല, ഇതിലോട്ട് താളിച്ചൊഴിക്കുകയാണ് പതിവ്. തിളപ്പിച്ചാറിച്ച വെള്ളമാണെങ്കിൽ നല്ലത്. ഇനി ഇത് ഒരുപാട് മഴമഴാന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാ ചട്നിയുടെ കണക്കിന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഈ ഒരളവ് കണ്ടില്ലേ, ഇത് വളരെ ടേസ്റ്റിയാണ്. മസാല ദോശയ്ക്ക്, ഉഴുന്നുവട കഴിക്കാനായിട്ട്, നൈസ് ദോശ ഉണ്ടാക്കിയിട്ട് മുകളിൽ ഇങ്ങനെ തേച്ച് മടക്കി എടുക്കാനും ഒക്കെ വളരെ ടേസ്റ്റാണ്. കടുവൊന്നും താളിക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പരുവത്തിൽ. പക്ഷേ ഈ ഒരളവിന് എരിവ് കൂടുതലായിരിക്കും. ഞാൻ കുറച്ച് വെള്ളം ചേർക്കേണ്ട രീതിയിലാണ് മുളക് ചേർത്തിരിക്കുന്നത്. ഇനി ആ മിക്സർ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ചട്നി ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ഉപ്പ് ചേർക്കണം. തേങ്ങ ഒട്ടും ചേർക്കാതെ തേങ്ങ ചട്നിക്ക് തുല്യമായിട്ട് ഒരു പൊട്ടുകടലയുടെ ചട്നി മുന്നേ ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് അതും. ഇനി ഇതിലൊന്ന് കടുക് താളിക്കാം. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും അല്പം ഒരു ഉഴുന്നുപരിപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എപ്പോഴും ഈ തേങ്ങ ചട്നി മാത്രം കഴിക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനൊന്നും ടിക്കാക്കി ഇടാനും മറക്കരുത്. ഇതുവരെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.